സർ, അവകാശം, അർഹത, രാജ്യഭരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എല്ലാ കാലത്തും നമ്മൾ ചരിത്രത്തിലും ഇത് കണ്ടിട്ടുണ്ട്, പാശ്ചാത്യ ലോകത്തിലും ചരിത്രത്തിലും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. മഹാഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അവകാശത്തെയും അർഹതയെയും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഏറ്റവും സങ്കീർണമായ ഒരു സമസ്യയാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം. ഇത് ഏതെങ്കിലും സവിശേഷ കാലത്തിലോ ലോകത്തിലോ മാത്രമായി പരിമിതപ്പെടുന്നതല്ല. അങ്ങനെയുള്ള ഒട്ടേറെ പാഠങ്ങളുടെ സമാഹാരം എന്നതാണല്ലോ മഹാഭാരതത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. ഇവിടെ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട വാദങ്ങളാണ്. പക്ഷേ ഭാരതത്തിൻ്റെ സംസ്കൃതിയിലെ സവിശേഷമായ ഒരു അനുച്ഛേദത്തിൻ്റെ പ്രാമുഖ്യം കൂടി ഇതിലടങ്ങുന്നു എന്ന് പറയാൻ പറ്റും. അത് പരമ്പരാഗതമായി കൈവരുന്നതാണ് രാജ്യാധിപത്യം എങ്കിലും ജനഹിതത്തിന്, പ്രജാഹിതത്തിന് അതിൽ നിർണായകമായ സ്വാധീനത ഉണ്ട് എന്ന പാഠമാണ് നിഷ്പന്നമായി കിട്ടുന്നത്. ചന്ദ്രവംശത്തിൻ്റെ ആയാലും സൂര്യവംശത്തിൻ്റെ ആയാലും രാജാക്കന്മാരെല്ലാം പ്രജാഹിതം മാനിച്ചു മാത്രം ഭരണം നടത്തിയവരാണ്. വൈയക്തികമായ സ്വകാര്യമായ സുഖമോ അധികാരമോ മറ്റു പരിഗണനയോ ആയിരുന്നില്ല അവരെ നയിച്ചത്. പ്രജകളുടെ ഹിതം, അവരുടെ താല്പര്യം, അവരുടെ പിന്തുണ, അവരുടെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ജനാധിപത്യം എന്ന പുതിയ ഭരണക്രമം ലോകത്തിൽ നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഭാരത സംസ്കാരത്തിന് ഏറ്റവും നൂതനമായ ഈ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു പാഠം കൂടി പ്രദാനം ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇളയ മക്കൾ രാജ്യാവകാശത്തിന് അർഹരായി തീരുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ചന്ദനുവിൻ്റെ കാര്യത്തിലും പുരുവിൻ്റെ കാര്യത്തിലും ഒക്കെ നമുക്ക് അത് മുന്നിലുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധർമ്മം അധർമ്മം എന്ന രണ്ട് പക്ഷത്തിൻ്റെ പ്രതിനിധികളാകുമ്പോൾ ജനങ്ങൾ ഭൂരിപക്ഷവും ധർമ്മത്തിൻ്റെ പക്ഷത്ത് ചേരാനാണ് ആഗ്രഹിക്കുന്നത്. ധർമ്മപുത്രരാണോ ദുര്യോധനനാണോ എന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ എപ്പോഴെല്ലാം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം ജനങ്ങൾ പിന്തുണച്ചത് ധർമ്മപുത്രരെയാണ്. ധർമ്മപുത്രരുടെ സ്വഭാവശുദ്ധി, അദ്ദേഹത്തിൻ്റെ ആദർശം, അദ്ദേഹത്തിൻ്റെ മര്യാദകൾ തുടങ്ങിയ എല്ലാ ഗുണവിശേഷങ്ങളും പ്രജകൾക്ക് ഹിതകരമായിരുന്നു, അവർക്ക് അനുഭൂതിദായകമായിരുന്നു. നേരെ മറിച്ച് ദുര്യോധനൻ്റെത് അതിനെല്ലാം വിരുദ്ധമായിരുന്നു. ദുര്യോധനനെ പ്രധാനമായിട്ട് നയിച്ചത് ഇങ്ങനെ രാജ്യാധിപത്യം കൈവിട്ടു പോവുകയാണെങ്കിൽ തനിക്കും തൻ്റെ പരമ്പരയ്ക്കും എന്നേക്കുമായി ഈ ഭൗതിക സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന സ്വാർത്ഥ ചിന്തയാണ് അവരെ നയിച്ചത്. അങ്ങനെ ഒരു ചിന്ത ഭരിക്കാതിരുന്നത് കൊണ്ടാണ് കള്ളച്ചൂതിൽ തോറ്റിട്ടും ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ പാണ്ഡവർ അമ്മയോടൊപ്പം വനത്തിൽ പോകാൻ തീരുമാനിച്ചത്, അത് നടപ്പിലാക്കിയത്. ശ്രീരാമചന്ദ്രൻ്റെ വനവാസം പോലെ തന്നെ ഒരു സത്യത്തിനു വേണ്ടി ഒരു മഹാകൃത്യം സ്വയമേവ ചെയ്ത് കാണിക്കുക എന്ന മഹത്തായ പാഠം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കണം എന്നതാണ്. അപ്പോൾ ലോകത്തിന് മാർഗദർശികളായ ആളുകൾ, അന്നത്തെ ഭാഷയിൽ ബ്രാഹ്മണർ അല്ലെങ്കിൽ ആചാര്യന്മാർ അല്ലെങ്കിൽ സത്തുക്കൾ, സജ്ജനങ്ങൾ, അതുപോലെ സാമാന്യ ജനങ്ങൾ, ഈ രണ്ടു കൂട്ടരും അനുകൂലിച്ചില്ലെങ്കിൽ ഒരാളിന് രാജ്യത്തെ, സമൂഹത്തെ മുഴുവൻ മാതൃകായോഗ്യമായ വിധത്തിൽ നയിക്കാൻ, ഭരിക്കാനുള്ള സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. അതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ഭൗതികമായിട്ട് നോക്കിയാൽ ഇന്നത്തെ പല സമസ്യകൾക്ക് കൂടി ഇത് നമുക്ക് ചിന്തിക്കാനുള്ള വിത്ത് ഇട്ട് തന്നിട്ടുണ്ട്. വംശശുദ്ധിയെ സംബന്ധിച്ച്, നരവംശ ശാസ്ത്രത്തെ സംബന്ധിച്ച്, ജനിതക ശാസ്ത്രത്തെ സംബന്ധിച്ച് ഒക്കെ മേനി നടിക്കുന്നവരും അവകാശം സ്ഥാപിക്കുന്നവരും അതിൻ്റെ പേരിൽ മറ്റ് വംശങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള തിന്മയുടെ രഥോത്സവം നടത്തുന്ന ആസുരമൂർത്തികൾക്ക് കൂടിയുള്ള ഒരു പാഠം, കാലത്തിൻ്റെ അവസാന ബിന്ദുവിൽ വരെ മാതൃകയാക്കാവുന്ന ഒരു പാഠം സമ്മാനിക്കുകയാണ് വേദവ്യാസൻ ചെയ്തിരിക്കുന്നത്.